എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ഗസയിലെ ഇസ്രായേൽ ക്രൂരതയ്ക്കൊടുവിൽ ഏറെ വൈകിയാണെങ്കിലും കണ്ണു തുറക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുകയും ബലമായി കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്ന നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും സംയുക്ത പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വ്യാപാര കരാറിന്റെ ചർച്ചകൾ നിർത്തലാക്കിയും ഇസ്രായേൽ അംബാസിഡറെ വിളിച്ചു വരുത്തി ശാസിച്ചും ബ്രിട്ടൻ നിർണായകമായ ചില ചുവടുകൾ കൂടി വെച്ചു. അക്രമങ്ങൾ നിർത്തിയില്ലെങ്കിൽ വ്യാപാര കരാറിൽ നിന്ന് പിന്മാറുമെന്ന് യൂറോപ്യൻ യൂണിയൻ കൂടി പ്രഖ്യാപിച്ചതോടെ ഏറെ വൈകിയാണെങ്കിലും സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകം ഉണരുന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. ഹമാസിനെതിരെ എന്ന പേരിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അടങ്ങുന്ന ഗസയിലെ ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ അക്രമം തുടരുമ്പോൾ ആയുധം നൽകി സഹായിച്ച ബ്രിട്ടൻ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൈക്കൊണ്ട നയം മാറ്റം അപ്രതീക്ഷിതമായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർക്കൊപ്പമുള്ള സംയുക്ത പ്രസ്താവനയിലൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചെങ്കിലും വെറുമൊരു വാചാടോപത്തിനപ്പുറത്തേക്ക് കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കരുതിയത്. എന്നാൽ സ്വതന്ത്ര വ്യാപാര കരാർ പുതുക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലുമായി നടത്തിവരുന്ന ചർച്ചകൾ നിർത്തിവെക്കുന്നതായി ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇന്നലെ പാർലമെന്റിനെ അറിയിച്ചു. മാത്രമല്ല, ഇസ്രായേൽ അംബാസിഡറെ വിളിച്ചു വരുത്തി ഗസയിലെ ക്രൂരതയ്ക്കെതിരെയുള്ള ബ്രിട്ടന്റെ പ്രതിഷേധം അറിയിക്കുമെന്നും ലാമി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടന്റെ ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയായ യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ദീർഘമായ നിദ്രയിൽ നിന്ന് ഉണർന്നിരിക്കുന്നത്. ഗസയിലെ അധിനിവേശവും മനുഷ്യത്വഹീനമായ പ്രവർത്തികളും നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന കരാർ പുനഃപരിശോധിക്കുമെന്ന് യൂറോപ്യൻ യൂണിയന്റെ മുതിർന്ന നയതന്ത്രജ്ഞ കജ കല്ലാസ് പ്രഖ്യാപിച്ചു. 2000 നിലവിൽ വന്ന EU ഇസ്രായേൽ അസോസിയേഷൻ കരാറിലെ മനുഷ്യാവകാശങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടുമുള്ള ബഹുമാനമെന്ന വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചുവെന്ന് യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. വ്യാപാര കരാറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പിന്മാറുകയാണെങ്കിൽ വലിയ നഷ്ടമാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം $46 ബില്യൺ വ്യാപാരം നടത്തിയ EU ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. കരാർ റദ്ദാവുകയാണെങ്കിൽ യൂറോപ്യൻ വിപണിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. അത് സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ കൃഷി, സാങ്കേതിക വിദ്യ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളെ സാരമായി തന്നെ ബാധിക്കും. ഇസ്രായേൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടാനും ഇത് കാരണമാകും. ഗസയിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ EU ഇസ്രായേൽ കരാർ പുനഃപരിശോധിക്കണമെന്ന് സ്പെയിനും അയർലൻഡും 15 മാസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ മാർച്ച് മുതൽ ഗസയിലേക്ക് സഹായ ട്രക്കുകൾ എത്തുന്നത് ഇസ്രായേൽ പൂർണ്ണമായും തടയുകയും പട്ടിണി മരണവും നിർബന്ധിത പലായനവും പതിവാകുകയും ചെയ്തതോടെ നെതർലൻഡ്സിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. യൂണിയന്റെ സാമ്പത്തിക ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും അഭിപ്രായപ്പെട്ടു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി അയർലൻഡിന്റെ ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 27 അംഗരാഷ്ട്രങ്ങളിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എന്നിവ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ സ്പെയിൻ, അയർലൻഡ്, ഫ്രാൻസ്, നെതർലൻഡ്സ്, സ്ലോവേനിയ എന്നിവ ഗസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണയില്ലാതെ ഇസ്രായേലുമായുള്ള കരാർ പൂർണ്ണമായി റദ്ദാക്കൽ വെല്ലുവിളിയാണെങ്കിലും ഭൂരിപക്ഷം രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. നിലവിൽ 17 രാജ്യങ്ങളും കരാർ റദ്ദാക്കണമെന്ന പക്ഷക്കാരാണ്. യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും നടപടികൾ നീതിവിരുദ്ധവും ഇരട്ടത്താപ്പാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായാണ് ഗസയിലെ സൈനിക നടപടികളെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ നയങ്ങളെ മാറ്റില്ല എന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവിച്ചു. കൺമുന്നിൽ നടക്കുന്ന ലൈവ് സ്ട്രീം ചെയ്യപ്പെടുന്ന വംശഹത്യയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ഈ നടപടികൾ കൊണ്ട് കഴിയുമോ എന്നതിന് ഒരു ഉറപ്പുമില്ല. മാത്രമല്ല, യുക്തിക്ക് നിരക്കാത്ത കാരണങ്ങളും നറേറ്റീവുകളും കൊണ്ട് ഈ ആധുനിക ഹോളോകോസ്റ്റിന് ന്യായീകരണം ചമയ്ക്കാൻ പാശ്ചാത്യ ലോകത്ത് സയനിസ്റ്റിന് സംവിധാനങ്ങളും പങ്കാളികളും ഉണ്ടുതാനും. എന്നാൽ പോലും വംശവെറിയും അഹങ്കാരവും യുദ്ധക്കൊതിയും കൊണ്ട് കടിഞ്ഞാണില്ലാതെ മുന്നേറുന്ന ഇസ്രായേൽ എന്ന രക്തദാഹി രാഷ്ട്രത്തിനെതിരെ ഉയരുന്ന ഓരോ പ്രതിഷേധത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ ബ്രിട്ടന്റെയും യൂറോപ്യൻ യൂണിയന്റെയും നിലപാടുകളും നിർണായകമാണ്.